ഇടുക്കി കട്ടപ്പനയിൽ പോലീസ് കള്ളക്കേസ് ചുമത്തി വിദ്യാർത്ഥിയെ 12 ദിവസം ജയിലിൽ അടച്ചതായി പരാതി. പുളിയൻമല സ്വദേശി ആസിഫിനാണ് ദുരനുഭവം നേരിട്ടത്. പോലീസ് ചുമത്തിയത് കള്ളക്കേസെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ നടപടിയില്ലെന്ന് ആസിഫ് പറയുന്നു. ആദ്യമേ ഉണ്ടായിരുന്ന കേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവർ എക്സൈസ് ഓഫീസുകാർ അല്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് വീട്ടിൽ വന്ന് സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം എൻ്റെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് വണ്ടി തന്നു വിടത്തില്ല, ഇവിടെ ഇട്ട് കത്തിച്ച് കളയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. 23 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇങ്ങനൊരു കൂട്ടുകാരനെ കൊണ്ടുവിടാൻ പോയി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ വൈരാഗ്യം വെച്ചുകൊണ്ട് പുള്ളി എന്നെ പിടിക്കുന്നത് എന്നെ റിമാൻഡിലാക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നത്. അത് കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് അടിയും പ്രശ്നങ്ങളും, നിൻ്റെ അമ്മയുടെ സാധനം വെച്ച് നീ ഇറങ്ങിപ്പോടാ, അമ്മയെ നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ആ ഒരു ഒറ്റ കാരണത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ പോലീസുകാരെ നമ്മളിപ്പോൾ ജീവിക്കാൻ സമ്മതിക്കാത്തത്. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, ആസിഫ് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്, ഒരു വിദ്യാർത്ഥിയാണ് ജയിലിൽ അടയ്ക്കുന്നത് കള്ളക്കേസ് ചുമത്തി, അതും 12 ദിവസം. ഇതിപ്പോൾ കള്ളക്കേസാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്യുന്നു. എത്രത്തോളം ഗൗരവതരമാണ് ഈ ഒരു പരാതി? റോഷ്നി, ഈ കേസ് പോലീസിന്റെ കേസ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തുകയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇടുക്കി എസ്പിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുകയും ചെയ്തതാണ്. ഇടുക്കി എസ്പി അത് കോടതിയിലേക്ക് ഇനി റിപ്പോർട്ടായി സമർപ്പിച്ചാൽ മാത്രമാണ് ഈ കേസ് റദ്ദാക്കാനും അതോടൊപ്പം തന്നെ ഈ ആസിഫിനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. ആ നടപടി ഏതാണ്ട് 6 മാസമായി വൈകുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ ഈ ആസിഫ് സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു കേസ്. അന്ന് തന്നെ ആസിഫ് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാനായി ഏൽപ്പിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പോലീസ് കേസ് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പ്രിൻസിപ്പൽ SI ആയിരുന്ന സുനേഹിനെയും CPO ആയിട്ടുള്ള മനുവിനെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 1.5 മാസത്തെ സസ്പെൻഷന് ശേഷം രണ്ടുപേരും തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസിഫിനെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. കുറേയധികം ജീവിക്കാനുണ്ട്. ആസിഫ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ഈ വ്യാജ കേസാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ കേസ് ഒത്തുതീർപ്പാക്കാത്തതിന്റെ പേരിൽ എക്സൈസിനെ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആസിഫിനെ വേട്ടയാടുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി ആസിഫ് ഉന്നയിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ വിഷയത്തിൽ ഇടുക്കി SP അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ആ കേസ് റദ്ദാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആസിഫിന്റെ ആവശ്യം. ആ ആവശ്യം ന്യായമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. റോഷ്നി, മറ്റൊരു കസ്റ്റഡി മർദ്ദനത്തിന്റെ കൂടി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഇരയാക്കപ്പെട്ട ആസിഫ് തന്നെ അതിന്റെ ഗൗരവം വെളിപ്പെടുത്തുകയാണ്. കാക്കി ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും ആഭ്യന്തര വകുപ്പിന് മൗനം മാത്രമാണ് മറുപടി. കുന്നംകുളം സ്റ്റേഷനിലെ ക്രൂരമർദ്ദനത്തിന്റെ അടക്കം പോലീസ് പീഡനത്തിന്റെ നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഈ മൗനം വെടിയുമോ എന്നുള്ളതാണ് ചോദ്യം. വല്ല സാധ്യതയുമുണ്ടോ? മൗനം വെടിയണമെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടി വരും. റോഷ്നി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് നിന്നാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. പക്ഷേ ആ ചോദ്യങ്ങൾ കേട്ടിട്ടും ഒരക്ഷരം പറയാതെ തിരിച്ചു പോവുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനം എന്ന റിപ്പോർട്ടുകളല്ല പുറത്തു വന്നത് എന്നുള്ളതാണ്. ക്രൂരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സമീപകാല കേരളത്തിൽ കസ്റ്റഡിയിലുള്ള ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടേയില്ല. അത്ര വലിയ ആരോപണങ്ങൾ, ഈ പറയുന്ന വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പ് നേരിടുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം ഇതിൽ ഉന്നയിക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ഈ മൗനം തുടരുന്നത്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനമാണ്. നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം കത്തിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. അങ്ങനെ വരുമ്പോൾ
സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിൽ നിന്ന് ഒളിച്ചോടാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിയമസഭയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വിമർശനവും എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ തിരിയുന്ന ഒരു ചിത്രമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിലും പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് നിയമസഭയിൽ മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്ര ശക്തമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഒപ്പം BJP നേതാക്കളുടെയും എല്ലാം ചോദ്യം. ഒരു മറുപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. റോഷ്നി, യെസ്, അതാണ് മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി. പോലീസിനെതിരായ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പിന് തുടർച്ചയായി വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിലൊരക്ഷരം ഉരിയാടാത്തത് എന്നുള്ളതാണ് ചോദ്യം.